പ്രിയപ്പെട്ട മക്കളെ, ഇന്ന് നമ്മൾ തകർക്കാൻ പോവുകയാണ്. എന്താണ് കാരണം? ഇതുവരെ ആരും പറയാത്ത എസ്സേ ട്രിക്കാണ് ഇത്. എൻ്റെ കുട്ടികളെ ഞാൻ പഠിപ്പിച്ച ഒരു മെത്തേഡാണ്. നോക്കണേ, എങ്ങനെ എസ്സേ ഫുൾ മാർക്ക് സ്കോർ ചെയ്യാമെന്നുള്ളതാണ് ഈ വീഡിയോയിൽ പറയുന്നത്. ആദ്യമേ പറയട്ടെ, തുടക്കം മുതൽ അവസാനം വരെ നിർബന്ധമായിട്ട് നിങ്ങൾ കാണണേ. എന്നിട്ട് ഇത് പ്രാക്ടീസ് ചെയ്യുകയും ചെയ്യണം. പ്രാക്ടീസ് വെരി ഇമ്പോർട്ടൻ്റ്. പ്രാക്ടീസ് വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. ആദ്യം എങ്ങനെ എന്നുള്ളത് മനസ്സിലാക്കുക എന്നുള്ളതാണ്. തുടങ്ങിയാലോ നമുക്ക്? നോക്കാം. ഇതൊരു ടൈപ്പ് ഓഫ് ക്വസ്റ്റ്യൻ ആണ്. നമ്മൾ ഇതിന് മുമ്പ് ചെയ്ത വീഡിയോയിലെ എസ്സേ ക്വസ്റ്റ്യനാണിത്. ഈ ഒരു ക്വസ്റ്റ്യൻ എന്ന് പറയുന്നത് നമുക്ക് നോക്കാം. നമുക്ക് ഇതിലാകെ 4 ക്വസ്റ്റ്യനാണുള്ളത് സോഷ്യൽ സയൻസിൽ. ഹിസ്റ്ററിയും അതുപോലെ തന്നെ ജോഗ്രഫിയും ഭൂമിശാസ്ത്രവും ചരിത്രവും, അങ്ങനെ 4 ക്വസ്റ്റ്യനാണ് ഉണ്ടാവുക. 2 എണ്ണമാണ് നമുക്ക് എഴുതേണ്ടത്. ഹിസ്റ്ററിയിൽ 2 ചോദ്യം, ജോഗ്രഫിയിൽ 2 ചോദ്യം. ഏതെങ്കിലും ഒന്ന് എഴുതിയാൽ മതി ഒരു വിഷയത്തിൽ. നോക്കാം. നമുക്ക് ആദ്യം ജോഗ്രഫിയിലെ എസ്സേ നമുക്ക് നോക്കാം. എസ്സേ നോക്കൂ നിങ്ങൾ. ആഗോള മർദ്ദ മേഖലകൾ രൂപപ്പെടുന്നത് എങ്ങനെ? ആഗോള മർദ്ദ മേഖലകൾ രൂപപ്പെടുന്നത് എങ്ങനെ? ഹൗ ഗ്ലോബൽ പ്രഷർ ബെൽറ്റ്സ് ആർ ഫോംഡ്. കേട്ടല്ലോ. ഇവിടെ നമ്മൾ മലയാളത്തിലാണ് ഇതിൻ്റെ ആൻസർ നമ്മൾ തയ്യാറാക്കിയത്. ഇനി ഇംഗ്ലീഷ് വേണമെന്നുള്ളവർ നിങ്ങൾ കമൻ്റായി രേഖപ്പെടുത്തിയാൽ നമുക്കതിന് നോട്ട് നിങ്ങൾക്ക് അപ്ലോഡ് ചെയ്യാം. നേരത്തെ നമ്മൾ പറയുന്നത് കാര്യങ്ങളൊക്കെ നമുക്കറിയാം, എങ്ങനെ എഴുതണം നമുക്കറിയില്ല. അവിടെയാണ് ഈ ഒരു വീഡിയോയുടെ പ്രാധാന്യം എന്ന് പറയുന്നത്. നിങ്ങളിത് കാണുന്ന സമയത്ത് തന്നെ നിങ്ങളുടെ സുഹൃത്തുക്കൾക്ക് ഷെയർ ചെയ്ത് കൊടുക്കണേ, മറക്കരുത്. നമുക്ക് നോക്കാം എങ്ങനെയാണ് ആഗോള മർദ്ദ മേഖലകൾ രൂപപ്പെടുന്നത് എങ്ങനെയെന്നാണ് നമ്മൾ വിശദീകരിക്കാൻ പോകുന്നത്. നോക്കാം. നമ്മളൊരു എസ്സേ എഴുതുന്ന സമയത്ത് മക്കളെ ശ്രദ്ധിക്കണേ. നമ്മളൊരു എസ്സേ എഴുതുന്ന സമയത്ത് ആ ഒരു ചോദ്യത്തെ സാധാരണ പറയാറുള്ളത്, ഇത് ഒരു പേജ് ഇവിടെ ഇങ്ങനെ എഴുതി, ഇവിടെ എഴുതി ഏകദേശം ഒരു പേജിൻ്റെ ഒരു ഭാഗവും അതിൻ്റെ അപ്പുറം സൈഡിൽ അരഭാഗവും നമ്മൾ എന്ത് ചെയ്യണം? എഴുതണം. എന്നാലേ നമുക്ക് 5 മാർക്ക് സ്കോർ ചെയ്യാൻ പറ്റുള്ളൂ. എത്ര മാർക്ക്? 5 മാർക്ക് സ്കോർ ചെയ്യാൻ പറ്റുള്ളൂ. എന്നാൽ ഖേദകരമെന്ന് പറയട്ടെ, ആൻസർ ഷീറ്റ് നോക്കുന്ന സമയത്ത് ഒരു പേപ്പറിൽ 3/4 ഭാഗമാണ് എല്ലാവരുടെയും എസ്സേ ഉണ്ടാവുക. പോയിൻ്റൊക്കെ അതിലുണ്ടാവും. അവർ പഠിച്ച പ്രധാനപ്പെട്ട ടെക്സ്റ്റിലുള്ള പോയിൻ്റൊക്കെ അതിലുണ്ടാവും. എന്നാൽ എസ്സേ എന്ന് പറയുന്നത്, എസ്സേ ക്വസ്റ്റ്യൻ അവിടെ കൊടുത്തത് എന്തിനു വേണ്ടിയതാ? നിങ്ങൾക്ക് ആ വിഷയത്തെക്കുറിച്ച് എഴുതാനുള്ള എബിലിറ്റി ഉണ്ടോയെന്ന് അറിയാൻ വേണ്ടിയിട്ടാണ് എസ്സേ ഇത് കൊടുത്തത്. അപ്പോൾ നമ്മൾ പഠിക്കുന്നത് എഴുതുന്നത് സിസ്റ്റമാറ്റിക് ആക്കുക എന്നുള്ളതാണ്. നമ്മൾ പഠിച്ച കണ്ടൻറ്റ് മതി, അത് നമ്മൾ അപ്ലൈ ചെയ്യുന്ന സ്ഥലത്താണ് ഇതിൻ്റെ പ്രാധാന്യം എന്ന് പറയുന്നത്. നോക്കാം നമുക്ക് മക്കളെ. ഒന്നാമത്തെ ചോദ്യം നമ്മൾ പറഞ്ഞു, ഹൗ ഗ്ലോബൽ പ്രഷർ ബെൽറ്റ്സ് ആർ ഫോംഡ് എക്സ്പ്ലെയിൻ. എങ്ങനെയാണ് ആഗോള മർദ്ദ മേഖല രൂപപ്പെടുന്നത് എങ്ങനെ വിശദമാക്കുക. നമ്മൾ ആദ്യം ചെയ്യേണ്ടത് മക്കളെ, ഒരു ഇൻട്രൊഡക്ഷൻ നമുക്ക് വേണം. ഒരു ഇൻട്രൊഡക്ഷൻ നമ്മൾ എഴുതണം. ഇതൊരു പേജിൽ നമ്മൾ എഴുതുകയാണെങ്കിൽ ആദ്യം ഒരു 5 or 6 വരി ഒരു ഇൻട്രൊഡക്ഷൻ. എന്താണ് നമ്മൾ എഴുതാൻ പോണത് അതിനെക്കുറിച്ചൊരു ഇൻട്രൊഡക്ഷൻ നമ്മൾ ആദ്യം കൊടുക്കണം. ഈ ഒന്നാമത്തെ ചോദ്യം വെച്ചിട്ട് നമുക്ക് നോക്കണേ. ഭൂമിയിലെ വിവിധ പ്രദേശങ്ങളിൽ താപനില ഒരുപോലെയല്ല. ചില സ്ഥലങ്ങളിൽ ഉയർന്ന താപനിലയും ചില സ്ഥലങ്ങളിൽ കുറഞ്ഞ താപനിലയും അനുഭവപ്പെടുന്നു. ഈ താപവ്യത്യാസം മൂലം അന്തരീക്ഷ മർദ്ദത്തിൽ വ്യത്യാസം ഉണ്ടാകുകയും അതിൻ്റെ ഫലമായി ഭൂമിയിൽ വിവിധ ആഗോള മർദ്ദ മേഖലകൾ എന്ത് ചെയ്യുന്നു? രൂപപ്പെടുകയും ചെയ്യുന്നു. ഇത് അതിനൊരു ഇൻട്രൊഡക്ഷനാണ്. നിങ്ങൾ കൃത്യമായിട്ട് അതിനെക്കുറിച്ച് എന്ത് ചെയ്യുക? ഒരു ഹെഡിങ് ആദ്യം കൊടുക്കുക. എന്ത്? ആഗോള മർദ്ദ മേഖലകൾ എന്നെന്ത് ചെയ്യുക? നമ്മൾ എസ്സേ എഴുതുമ്പോൾ മുകളിൽ ടൈറ്റിൽ കൊടുക്കുക, എന്നിട്ട് അടിയിൽ ഒരു വര വരച്ചിട്ട് എഴുതുക. അപ്പോൾ നമ്മളൊരു ഇൻട്രൊഡക്ഷൻ എഴുതി. നോക്കണേ, ആദ്യം എന്ത് വേണം? എന്തിനെ കുറിച്ചാണോ നമ്മൾ എഴുതുന്നത് അതിനൊരു ഇൻട്രൊഡക്ഷൻ നമുക്ക് എന്ത് ചെയ്യാം? എഴുതണം. ഇതിനേക്കാളും കുറച്ചുകൂടി നിങ്ങൾക്ക് അറിയോ അത് എഴുതാം. അവിടെ നമ്മൾ എഴുതാനുള്ള എബിലിറ്റി ഉണ്ടോ എന്ന് തിരിച്ചറിയുന്ന ഒരു ക്വസ്റ്റ്യനാണ് ഇത് എസ്സേ ക്വസ്റ്റ്യൻ എന്ന് പറയുന്നത്. അപ്പോൾ ഒരു ഇൻട്രൊഡക്ഷൻ നമ്മൾ എഴുതി അല്ലേ? ഇപ്പോൾ നമ്മൾ
ഒരു ഇൻട്രൊഡക്ഷൻ എന്ത് ചെയ്യാണ് നമ്മൾ എഴുതി. ഇവിടെ നോക്കാം, നമ്മൾ ഒരു പേജിൽ ഒരു ഭാഗം എന്ത് ചെയ്തു, ഇൻട്രൊഡക്ഷൻ നമ്മൾ എഴുതി, ആമുഖം എഴുതി. അവിടെ ഇൻട്രൊഡക്ഷൻ എഴുതണ്ടേ, ഇൻട്രൊഡക്ഷൻ എഴുതണ്ട. അത് നമ്മൾ എന്താ പറയുക, അസൈൻമെൻറ്റിൽ സെമിനാറൊക്കെ എഴുതുന്ന സമയത്ത് ചെയ്യാം. നമ്മൾ ആദ്യം പേര് കൊടുത്തുല്ലേ, ടൈറ്റിൽ കൊടുത്തു, എന്താ ടൈറ്റിൽ ഇത് കൊടുത്തു. എന്നിട്ട് ആദ്യത്തെ പേജിൽ നമ്മൾ എന്ത് ചെയ്തു, ഒരു ഇൻട്രൊഡക്ഷൻ ചെയ്തു, എങ്ങനെയാണ് ആഗോളമർദ്ദ മേഖലകൾ എന്താന്ന് കൊടുത്തു. എന്നിട്ട് അതൊരു പാരഗ്രാഫ് അവസാനിച്ചു. എന്നിട്ട് നമ്മളിങ്ങനെ പറഞ്ഞു, ഇവിടെ ഒരു എഴുതി, എന്നിട്ട് അടുത്ത് എന്ത് ചെയ്യുക, തുടങ്ങുക. ഒരു പാരഗ്രാഫ് തുടങ്ങുന്ന പോലെ എന്ത് ചെയ്യുക, തുടങ്ങുക. എന്നിട്ട് അതിൻ്റെ പ്രധാനപ്പെട്ട അതിൻ്റെ ഉള്ളടക്കം, നേരത്തെ പറഞ്ഞു പലപ്പോഴും ഉള്ളടക്കം എല്ലാവരും പെട്ടെന്ന് എഴുതി 5, 6, 8 പോയിന്റ് എഴുതി അവസാനിപ്പിക്കും. ഇനി ഉള്ളടക്കം എന്ത് ചെയ്യുക, ഭൂമധ്യരേഖ ന്യൂനമർദ്ദ മേഖലകൾ, ആഗോളമർദ്ദ മേഖലകൾ എഴുതണമല്ലോ, ഭൂമധ്യരേഖ ന്യൂനമർദ്ദ മേഖലകൾ. എന്നിട്ട് അത് സൈഡിങ് എഴുതുക, 1 നമ്പർ ഇട്ടോളൂ, പ്രശ്നമില്ല. എന്നിട്ട് ഭൂമധ്യരേഖയിൽ ശക്തമായ ചൂട് കാരണം വായു വികസിച്ച് മുകളിലേക്ക് ഉയരുന്നു. ഇതുമൂലം ഇവിടെ ന്യൂനമർദ്ദം രൂപപ്പെടുന്നു. ഈ കാറ്റില്ലാത്ത പ്രദേശങ്ങളെ എന്ത് വിളിക്കുന്നു, ഡോൺഡ്രം എന്ന് വിളിക്കുന്നു. റെഡിയാണല്ലോ. അത് നമ്മൾ എഴുതി. അത് നമ്മൾ നേരത്തെ ഇൻട്രൊഡക്ഷൻ്റെ താഴെ എഴുതി. അത് ചെറിയൊരു പാരഗ്രാഫ് ആക്കിയിട്ട് എന്നിട്ട് എന്ത് ചെയ്യുക, അടുത്ത് നമ്മൾ എഴുതാം. എന്ത് അടുത്ത ഭാഗം നമ്മൾ എഴുതാം. അടുത്തെന്താണ്, ഉപോഷ്ണ ഉയർന്ന മർദ്ദമേഖല അല്ലേ, ഹൈ പ്രഷർ ബെൽറ്റ്. ഭൂമധ്യ രേഖയിൽ നിന്ന് ഉയർന്ന വായു ഏകദേശം 30 ഡിഗ്രി സെൽഷ്യസ് വടക്കും 30 ഡിഗ്രി എന്ത് ചെയ്യുക തെക്കും അക്ഷാംശങ്ങളിൽ തണുത്ത് താഴേക്ക് ഇറങ്ങുന്നു. ഇതിൻ്റെ ഫലമായി ഇവിടെ ഉയർന്ന മർദ്ദമേഖല രൂപപ്പെടുന്നു. അത് 2ാമത്തെ പോയിന്റ് ആക്കിയിട്ട് എഴുതി നമ്മൾ. ഇനി അടുത്ത് നോക്കാം, ഉപദ്രുവ ന്യൂനമർദ്ദ മേഖല ഏകദേശം 60 ഡിഗ്രി വടക്കും 60 ഡിഗ്രി തെക്കും അക്ഷാംശങ്ങളിൽ ഭൂമിയുടെ ഭ്രമണത്തിൻ്റെ സ്വാധീനത്താൽ വായു മുകളിലേക്ക് ഉയരുന്നു. അതിനാൽ ഇവിടെ ന്യൂനമർദ്ദ മേഖല രൂപപ്പെടുന്നു. ഇതിലൊക്കെ ഇവിടെ ഇമ്പോർട്ടൻ്റ് എന്താണ്, ഒരുമിച്ച് എഴുതുന്നതിന് പകരം 1ാമത്തെ എഴുതി, ചെറിയ ടൈറ്റിൽ കൊടുത്തു, അടിയിൽ എഴുതി. 2ാമത്തെ ടൈറ്റിൽ കൊടുത്തു, 2ാമത്തെ എഴുതി, അടുത്തെഴുതി. അടുത്തതാ ധ്രുവ ഉയർന്ന മർദ്ദമേഖല. ധ്രുവ പ്രദേശങ്ങളിൽ അതിശൈത്യം കാരണം വായു ചുരുങ്ങി താഴേക്ക് പതിക്കുന്നു. ഇതിൻ്റെ ഫലമായി ഉയർന്ന മർദ്ദമേഖലകൾ ഉണ്ടാകുന്നു. അപ്പോൾ ആ കണ്ടന്റ് നമ്മൾ നോക്കുന്നങ്ങളെ, ആ കണ്ടന്റ് നമ്മൾ ഇങ്ങനെ എഴുതി. ഇപ്പോൾ ആദ്യം 1/2 പേജ് എഴുതി, ഇതിങ്ങനെ എഴുതി. ഇപ്പോൾ ഏകദേശം നമ്മളായി ഒരു പേജ് കഴിഞ്ഞ് മക്കളെ, ഒരു പേജ് കഴിഞ്ഞ് ഒരു 1.25 പേജായി. ഇനി അടുത്ത് നമ്മൾ പറഞ്ഞ കാര്യമാണ് എന്ത്, ഇതിൻ്റെ ഒരു അവസാനം വേണം അല്ലേ, ഒരു കൺക്ലൂഷൻ. ഇങ്ങനെ ഭൂമിയിലെ താപനിലയിലെ വ്യത്യാസവും ഭൂമിയുടെ ഭ്രമണവും ചേർന്നാണ് ആഗോള മർദ്ദമേഖല രൂപപ്പെടുന്നത്. ഈ മർദ്ദമേഖലകളാണ് കാറ്റുകളുടെ ദിശയും ലോകത്തിൻ്റെ കാലാവസ്ഥയും പ്രധാനമായും നിയന്ത്രിക്കുന്നത്. അങ്ങനെ എഴുതിയിട്ട് അവസാനിപ്പിക്കുക. അത് നോക്കുന്ന ആൾ നിങ്ങൾക്ക് 5 അല്ല 10 തരാൻ കഴിയണമെങ്കിൽ 10 തരും നിങ്ങൾക്ക്. അത് സിസ്റ്റമാറ്റിക്കായി ഇടുക. ഹെഡിങ്ങിൻ്റെ അടിയിൽ എന്ത് ചെയ്യുക, ചെറിയ പെൻസിൽ കൊണ്ട് അവിടെ വരയ്ക്കുക, അവിടെ വരച്ചിട്ട് തന്നെ എഴുതുക. അപ്പം നോക്കുന്ന ആൾക്കൊരു സന്തോഷം ഞങ്ങളുടെ പേപ്പർ കാണുമ്പോൾ, എസ്സേ കാണുമ്പോൾ. റെഡിയാണ്, സെറ്റല്ലേ മക്കളെ? ഇനി അടുത്ത ക്വസ്റ്റ്യൻ നോക്കാം. അടുത്ത ക്വസ്റ്റ്യൻ നമ്മൾ നോക്കണേ. അപ്പോൾ നമ്മൾ ജോഗ്രഫി നോക്കില്ല, നമുക്ക് ഹിസ്റ്ററി നോക്കാം കേട്ടോ. ഹിസ്റ്ററി നോക്കാം. ഓക്കെ, സെറ്റാണല്ലോ. ഹിസ്റ്ററി നോക്കാം നമുക്ക്. ഹിസ്റ്ററിയുടെ 31 അല്ലേ. The counter reformation was the both reaction against the reformation and an effort to reform itself. Evaluate the statement based on the initiative taken by Catholic Church. ഇവിടെ നോക്കാം നമുക്ക്. മതനവീകരണ പ്രസ്ഥാനത്തോടുള്ള പ്രതികരണവും ഒരു സ്വയം നവീകരണ ശ്രമവുമായിരുന്നു പ്രതിമത നവീകരണം. കത്തോലിക്ക സഭ സ്വീകരിച്ച നടപടികളുടെ അടിസ്ഥാനത്തിൽ പ്രസ്താവന വിലയിരുത്തുക. മക്കളെവിടെ നോക്കണേ. ഈ ഒരു ചോദ്യം വന്ന് പലപ്പോഴും ഈ 1ാമത്തെ പാഠത്തിൽ, മാനവികത എന്ന് പറയുന്ന പാഠത്തിൽ ഈ ഒരു ഭാഗത്ത് നിന്ന് എസ്സേ വന്നാൽ പലപ്പോഴും കുട്ടികൾ എഴുതാൻ മടിക്കാറുണ്ട്. കാരണം അത് ഒരു ബുദ്ധിമുട്ട് എന്ന രീതിയിലാണ് ആ ഫസ്റ്റ് പാഠത്തിലെ ഏറ്റവും അവസാനത്തെ ഭാഗത്തെ അവർ അങ്ങനെയാണ് കണക്കാക്കിയത്. നമുക്ക് നോക്കാം എങ്ങനെ ഇതിനെക്കുറിച്ച് എഴുതേണ്ടത് എന്നുള്ളത്. അപ്പോൾ ആദ്യം മനസ്സിലാക്കി എന്തിനെക്കുറിച്ച് അവിടെ എഴുതേണ്ടത്. മതനവീകരണത്തെക്കുറിച്ചാണോ? അല്ല. എന്തിനെക്കുറിച്ചാണ്? പ്രതിമത നവീകരണത്തെക്കുറിച്ചാണ് എഴുതേണ്ടത്. ഇത് പലപ്പോഴും മാറി പോറാറുണ്ട്. ഇപ്പോൾ പലപ്പോഴും സമയത്തും നിങ്ങൾ കുട്ടികൾ എഴുതാറുള്ളത് റിഫോർമേഷൻ എഴുതുക, കൗണ്ടറല്ല എഴുതുക, റിഫോർമേഷൻ എഴുതും. കൗണ്ടർ റിഫോർമേഷൻ എഴുതൂല, പക്ഷെ മാർക്ക് കിട്ടുമോ? മാർക്ക് കിട്ടൂല. അപ്പോൾ ചോദ്യം അവിടെ മനസ്സിലാക്കുക എന്നുള്ളത് ഇമ്പോർട്ടൻ്റ് ആണ്. ഒരു തവണ വായിക്കുക കിട്ടൂല, 2 തവണ വായിക്കുക കിട്ടില്ല, 3ാമത്തെ വായിച്ചു നോക്കും നിങ്ങൾക്ക് കിട്ടും. നമ്മൾ ആത്മാർത്ഥമായിട്ട് ആഗ്രഹിച്ച് വായിച്ചാൽ
കിട്ടും നമുക്ക് എന്താണെന്നുള്ളത്. റെഡിയാണല്ലോ? ഇനി നോക്കാം നമുക്ക്. ആ ചോദ്യം മനസ്സിലായി നമുക്ക്. പ്രതിമത നവീകരണത്തെക്കുറിച്ചാണ് നമ്മൾ എഴുതേണ്ടത്. നമുക്ക് നോക്കാം ഇതിൻ്റെ എങ്ങനെയാണ് ഇതിന് ഉത്തരം എഴുതാന്നുള്ളത്. ഓക്കെ, ഇത് നമ്മൾ ഷോർട്ടാക്കിയിട്ട് ആണ് ഇത് ഇനി നിങ്ങൾക്കിത് 2 പേജൊക്കെ ആക്കിയിട്ട് എഴുതട്ടോ. ഞാൻ തയ്യാറാക്കിയത് 1.5 പേജിൻ്റെ കാര്യങ്ങളാണ് തയ്യാറാക്കിയത്. റെഡിയാണല്ലോ? നോക്കാം നമുക്ക്. കത്തോലിക്ക സഭ സ്വീകരിച്ച പ്രധാന നടപടികൾ ഇവിടെ പറയുന്നത്. ഇവിടെ നോക്കണേ, നമ്മൾ ആദ്യം നേരത്തെ പറഞ്ഞു ഇൻട്രൊഡക്ഷൻ നമുക്ക് വേണം. ആദ്യം നമ്മൾ തയ്യാറാക്കുന്നത് പാഠത്തിൽ ഒരു ടൈറ്റിൽ കൊടുക്കുക. എന്താണ് ടൈറ്റിൽ? പ്രതിമത നവീകരണം അല്ലെങ്കിൽ എന്താ പറയുക, റിഫോർമേഷൻ ആണോ? അല്ല, കൗണ്ടർ റിഫോർമേഷൻ. ടൈറ്റിൽ കൊടുത്തു. ടൈറ്റിൽ കൊടുത്താൽ ആദ്യം. ആ ടൈറ്റിലിന് കൊടുക്കുമ്പോൾ നമുക്കൊരു ആത്മവിശ്വാസം വരും. അത് നിങ്ങൾ എഴുതി നോക്കുമ്പോഴേ കിട്ടുള്ളൂ കേട്ടോ. നമ്മൾ പറയുമ്പോഴല്ലേ കിട്ടുക. എഴുതി നോക്കൂ, നിങ്ങൾ കോൺഫിഡൻസ് നിങ്ങൾക്ക് വരും. റിഫോർമേഷൻ അല്ല കൗണ്ടർ റിഫോർമേഷൻ എന്ന് നമ്മൾ എഴുതി. ഇവിടെ നമുക്ക് 2 രീതിയിൽ എന്ത് ചെയ്യാം, നമുക്ക് ഇവിടെ ഇൻട്രൊഡക്ഷൻ കൊടുക്കാം. ഒന്ന്, ഈ കൗണ്ടർ റിഫോർമേഷൻ എന്നൊക്കെ പറഞ്ഞാൽ എന്തുമായി ബന്ധപ്പെട്ടതാ? റിനൈസൻസുമായി ബന്ധപ്പെട്ടുണ്ടായ ഒരു എന്താ പറയുക ചേഞ്ചസുമായി ബന്ധപ്പെട്ടാണ് എന്തുണ്ടായത്, ഈ കൗണ്ടർ റിഫോർമേഷൻ ഉണ്ടായത്. അപ്പോൾ നമുക്ക് ആദ്യത്തെ പോയിൻ്റായിട്ട് നമുക്ക് എഴുതാം, നവോത്ഥാനം മതമേഖലയിലും സ്വാധീനം വരുത്തിയിട്ടുണ്ട്. അങ്ങനെ വരുത്തിയതിനെയാണ് എന്തെന്ന് പറയാം, മതനവീകരണമെന്നോ. ആ മതനവീകരണത്തിൻ്റെ എതിരെ തുടങ്ങിയതാണ് എന്ത്, പ്രതിമത നവീകരണം എന്ന് ഇൻട്രൊഡക്ഷൻ അങ്ങനെ കൊടുക്കാം. റെഡിയാണല്ലോ? അപ്പം അതിങ്ങനെ പറഞ്ഞത് ഈ ചാപ്റ്ററിൽ ഏത് ഭാഗം എസ്സേ ചോദിച്ചാലും നവോത്ഥാനത്തെക്കുറിച്ച് നമുക്ക് സ്റ്റാർട്ടിങ്ങിൽ എഴുതാം, പ്രശ്നമൊന്നുമില്ല. ഇൻട്രൊഡക്ഷനിൽ കൊടുക്കാം. എന്നിട്ട് നമ്മൾ കാര്യത്തിലേക്ക് വരാം. പ്രൊട്ടസ്റ്റന്റ് നവീകരണ പ്രസ്ഥാനത്തിൻ്റെ സ്വാധീനത്തെ തുടർന്ന് കത്തോലിക്ക സഭ സ്വയം നവീകരിക്കാൻ ആരംഭിച്ച പ്രസ്ഥാനമാണ് പ്രതിമത നവീകരണം. അല്ലേ? അപ്പോൾ നമ്മൾ ടോപ്പിക്ക് എടുക്കാനുള്ള സമയമല്ലേ. നിങ്ങൾക്ക് ടോപ്പിക്ക് വേണമെന്നുണ്ടെങ്കിൽ പറഞ്ഞാൽ നമ്മൾ ചെയ്തു തരും, പ്രശ്നമൊന്നുമില്ല. ഏത് ചാപ്റ്റർ 1, 2, 3 ചാപ്റ്ററിൽ ഏതെങ്കിലും ഭാഗം വേണമെന്നുണ്ടെങ്കിൽ പറഞ്ഞാൽ മതി. ഓക്കെ, അപ്പോൾ ആദ്യം നമ്മൾ ഇൻട്രൊഡക്ഷൻ കൊടുക്കുകയാണ്. എന്താണ് പ്രൊട്ടസ്റ്റന്റ് പ്രസ്ഥാനം എന്ന് നമ്മൾ എന്ത് ചെയ്തു, അല്ല കൗണ്ടർ റിഫോർമേഷൻ, പ്രതിമത നവീകരണം എന്താ നമ്മൾ ഇൻട്രൊഡക്ഷൻ എഴുതി. സ്വയം നവീകരിക്കാനുള്ള പ്രവർത്തനങ്ങളുമായി ബന്ധപ്പെട്ടതാണെന്ത്, പ്രതിമത നവീകരണം. ഇറ്റ് സെൽഫ് റിഫോർമേഷൻ, അല്ലേ? സ്വയം എന്ത് ചെയ്യുക, റിഫോം ചെയ്യുക. അടുത്ത പോയിന്റ് നോക്കാം. കത്തോലിക്ക സഭ സ്വീകരിച്ച പ്രധാന നടപടികൾ. അവിടെ ടൈറ്റിൽ കൊടുക്കുക. 1ാമത്തെ പാരഗ്രാഫ് കഴിഞ്ഞ് നമ്മൾ അതിൻ്റെ പ്രധാനപ്പെട്ട കാര്യങ്ങളിലേക്ക് കടക്കാൻ പോവാം, അതിൻ്റെ ഐഡിയയിലേക്ക് കടക്കാൻ പോവാം. ആ ടൈറ്റിൽ കൊടുക്കുക. അവിടെ എന്താ കൊടുക്കണ്ടേ? കത്തോലിക്ക സഭ സ്വീകരിച്ച പ്രധാന നടപടികൾ, അല്ലേ? എന്തൊക്കെ കാര്യങ്ങൾ അവർ നടപ്പിലാക്കിയത്. അവിടെ ഇറ്റലിയിൽ ട്രെൻഡ് എന്ന് പറഞ്ഞ സ്ഥലത്ത് ഒരു സമ്മേളനം കൂടി തെറ്റായ പ്രവണതകൾ തിരുത്താനും പരിഷ്കാരങ്ങൾ നടപ്പാക്കാനും തീരുമാനിച്ചു, അല്ലേ? ആ നടപ്പാക്കിയ പ്രധാനമായിട്ട് കാര്യങ്ങൾ പറയുമ്പോൾ ട്രെൻഡിൽ എന്ത് ചെയ്തു, സമ്മേളനം കൂടി. ആ സമ്മേളനം കൂടി ഒരുപാട് കാര്യങ്ങൾ തീരുമാനിച്ചു എന്ന് എഴുതിയില്ല. എന്നിട്ട് അവിടെ നമുക്ക് എന്ത് ചെയ്യാം, നമ്മൾ ഇങ്ങനെ എഴുതിയിട്ട് അവിടെ നമ്മൾ തീരുമാനിച്ചു പറഞ്ഞിട്ട് ഒരു പോയിന്റ് ഇട്ട് എഴുതാം. തീരുമാനങ്ങൾ എന്തൊക്കെ? പാപവിമോചന ചീട്ട് അല്ലെങ്കിൽ പാപവിമോചന പത്രം ഇൻ്റലിജൻസ് എന്ത് ചെയ്തു, ബാൻ ചെയ്തു, നിരോധിച്ചു. വിശ്വാസികൾ വായിക്കാൻ പാടില്ലാത്ത ബുക്കുകൾ എന്ത് ചെയ്തു, ഇൻഡസ് പ്രസിദ്ധീകരിച്ചു. അതേപോലെ തന്നെ മതവിരുദ്ധ പ്രവർത്തനങ്ങൾ അന്വേഷിക്കാം ഇൻക്വിസിഷൻ കോടതികൾ എന്ത് ചെയ്തു, വീണ്ടും നിലവിൽ വന്നു. ഇതൊക്കെ ഇൻട്രൊഡക്ഷൻ കൊടുത്ത് പിന്നെ ഇതിന് പോയിന്റ് ആയാലും പ്രശ്നമൊന്നുമില്ല. പറയണ കേൾക്കുന്നുണ്ടോ? പിന്നെ നമ്മൾ പോയിന്റ് എഴുതി, എന്നിട്ട് കൊണ്ടുവന്നു. എന്നിട്ട് നമുക്ക് അതവിടെ അവസാനിച്ച് അവിടെ അടുത്ത ഒരു പാരഗ്രാഫാക്കിയിട്ട് നമുക്ക് എഴുതാം. എന്ത്, ഇഗ്നേഷ്യസ് ലൊയോള എന്ന് പറയുന്ന ആളെന്ത് ചെയ്തു, എന്ത് സ്ഥാപിച്ചു? സൊസൈറ്റി ഓഫ് ജീസസ് സ്ഥാപിച്ചു. അവരുടെ മതപ്രവർത്തനങ്ങൾ കൃത്യമായി നടക്കാൻ വേണ്ടി സ്ഥാപിച്ചതാണ്. വിദ്യാഭ്യാസ സ്ഥാപനങ്ങൾ സ്ഥാപിച്ചിട്ടുണ്ട്. മിഷണറി പ്രവർത്തനത്തിലൂടെയാണ് പ്രവർത്തനങ്ങൾ നടപ്പിലാക്കിയത്. അവരുടെ ആളുകൾക്ക് കൃത്യമായ അച്ചടക്ക കാര്യങ്ങൾ നടപ്പിലാക്കിയിരുന്നു. അതൊരു ചെറിയൊരു പാരഗ്രാഫിൽ എന്ത് ചെയ്യുക, നമ്മളത് എഴുതാം. അപ്പോൾ നമുക്ക് പറയാം എന്ത്, അപ്പോൾ കത്തോലിക്ക സഭയുടെ പ്രവർത്തനങ്ങൾക്ക് ഏറ്റവും കൂടുതൽ സ്വാധീനിച്ചിരുന്ന ഒരു സൊസൈറ്റിയാണ് സൊസൈറ്റി ഓഫ് ജീസസ്. അപ്പോൾ അവിടെ 1 വേർഡ് വരാൻ സാധ്യതയുണ്ട്. സൊസൈറ്റി ഓഫ് ജീസസ് സ്ഥാപിച്ചത് ആരാണ്? ഇഗ്നേഷ്യസ് ലയോള. അങ്ങനെ 1 വേർഡ് പ്രതീക്ഷിക്കാം. ഇത്തരം നടപടികളിലൂടെ കത്തോലിക്ക സഭയിലെ നിരവധി തെറ്റായ പ്രവണതകൾ ഇല്ലാതാക്കാനും സഭയെ നവീകരിക്കാനും കഴിഞ്ഞു. അതിനാൽ പ്രതിനവീകരണം പ്രസ്ഥാനത്തോടുള്ള പ്രതികരണവും കത്തോലിക്ക സഭയുടെ നവീകരണ ശ്രമവുമായിരുന്നു എന്ന പ്രസ്താവന ശരിയാണ് എന്ന് പറഞ്ഞിട്ട് എന്ത് ചെയ്യുക, ആ ഒരു ചോദ്യത്തെ നമ്മളിങ്ങനെ അവസാനിച്ച് ഇങ്ങനെ കൊണ്ടുവരാം. കേൾക്കണ മക്കളെ?
എന്നിട്ട് നമുക്കറിയാം കത്തോലിക്ക പ്രതിപദ നവീകരണത്തെ നമ്മൾ എന്ത് വിളിക്കുക, കത്തോലിക്ക മത നവീകരണം എന്ന് വിളിക്കാറുണ്ട് അല്ലേ, കത്തോലിക് റിഫോർമേഷൻ എന്ന് വിളിക്കാറുണ്ട് അല്ലേ. അപ്പോൾ നമ്മളിങ്ങനെ തുടക്കത്തിൽ ഇങ്ങനെ എഴുതി അല്ലേ, ഇൻട്രൊഡക്ഷൻ എഴുതി എന്താണെന്നുള്ളത്, പിന്നെ പ്രധാനപ്പെട്ട തീരുമാനങ്ങൾ പറഞ്ഞു എന്താണെന്നുള്ളത്. അതേപോലെ തന്നെ എന്ത് ചെയ്തു, ഇഗ്നേഷ്യസ് ലയോളത്തെക്കുറിച്ച് എഴുതി. അടുത്ത പേജിൽ എന്ത് ചെയ്തു, അതിൻ്റെ കൺക്ലൂഷൻ എഴുതി അല്ലേ. നമുക്കറിയുന്ന കാര്യങ്ങൾ സിസ്റ്റമാറ്റിക്കായിട്ട് എഴുതുക എന്നുള്ളതാണ് പറഞ്ഞത്. സെറ്റല്ലേ? അല്ലേ? ആണ്. അടുത്ത ക്വസ്റ്റ്യൻ നോക്കാം നമുക്ക്. അടുത്ത ജോഗ്രഫിയിലെ ക്വസ്റ്റ്യൻ നോക്കാം. മക്കളെ ഒരു ലൈക്ക് ഒരു കമൻറ്റ് അല്ലെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ ഒന്ന് തരണേ. നമുക്ക് അടിപൊളിയായിട്ട് മുമ്പോട്ട് പോവാം. അടിപൊളിയായിട്ട് എന്ത് ചെയ്യുക, നമുക്ക് കാര്യങ്ങളൊക്കെ സെറ്റാക്കിയിട്ട് പോകാം. നമുക്ക് ഒരു സംശയമില്ല. സോഷ്യൽ നിങ്ങൾ പഠിക്കേണ്ട A+ ഞാൻ വാങ്ങിത്തരും, നമ്മൾ കൂടെ നിന്നാൽ മതി. സോഷ്യൽ സയൻസ് നിങ്ങൾ വിഷയമാക്കണ്ട. സോഷ്യൽ സയൻസ് എന്ത് ചെയ്യുക, നമ്മൾ A+ വാങ്ങിയിട്ടേ നമ്മൾ പോവുള്ളൂ. എസ്സേയുടെ എഴുതിയാൽ പിന്നെ ബാക്കിയൊക്കെ സിമ്പിള്. 1 വേർഡൊക്കെ അതിനേക്കാളും സിമ്പിളാണ്. എത്ര കോഡ് പഠിക്കാണ്ട് ഈ ചാപ്റ്ററിൽ നിങ്ങൾ പറഞ്ഞു തന്നില്ല ആരും. നിങ്ങൾ ചോദിക്കും, നിങ്ങൾ ചോദിച്ചാൽ പറഞ്ഞുതരാം. നിങ്ങൾക്ക് എന്ത് കോഡാണ് വേണ്ടി, ചാപ്റ്ററെ കോഡാക്കി തരണ്ടേ കാര്യങ്ങൾ സിമ്പിളായിട്ട് പഠിക്കില്ലേ നമ്മൾ. ഇവിടെ നോക്കാം, നമുക്ക് 30B നോക്കാം. നമുക്ക് 30B ഭൂമിയുടെ സ്വാഭാവിക കാലാവസ്ഥാ മാറ്റങ്ങൾക്ക് കാരണമാകുന്ന മനുഷ്യ ഇടപെടലുകൾ എന്ന വിഷയത്തെ ആസ്പദമാക്കി ഒരു സെമിനാർ പേപ്പർ തയ്യാറാക്കാൻ എന്തെല്ലാം വിവരങ്ങൾ ഉൾപ്പെടുത്താം, വിശദമാക്കുക. സെമിനാർ എഴുതാനല്ല പറഞ്ഞേ, എന്തൊക്കെ കാര്യങ്ങൾ ഉൾപ്പെടുത്താം. ഇത് തല നമുക്ക് മൂക്ക് 2 രീതിയിൽ പിടിക്കുക. ഒന്ന് നേരെ പിടിക്കുക, അല്ലെങ്കിൽ എന്താ ചെയ്യുക, തല തിരിഞ്ഞിങ്ങനെ തലപ്പുറത്തുകൂടി കൊണ്ടുവന്ന് പിടിക്കുക. 2 മൂക്കുമൊക്കെ തന്നെയാണ്, പക്ഷേ ഒന്ന് കുറച്ച് ഇടങ്ങേറാണ്. അതേപോലെ ഒരു ഡയറക്റ്റ് ചോദിച്ചാൽ മതി, പക്ഷേ നിങ്ങളൊന്ന് കൺഫ്യൂഷൻ ചെയ്യണം. പക്ഷെ നമ്മൾ ഈ ക്ലാസ് കാണുന്ന ആൾക്കാർ കൺഫ്യൂഷൻ ചെയ്യുമോ? ഒരു കൺഫ്യൂഷൻ ചെയ്യില്ല. നേരത്തെ പറഞ്ഞ് 1 തവണ വായിക്കുക, 2 തവണ വായിക്കുക, 3ാമത്തേൽ കിട്ടും ഉറപ്പ്. അവിടെ നോക്കാം നമുക്ക്. നമ്മൾ പറഞ്ഞില്ലേ എന്തൊക്കെ കാര്യങ്ങളാലേ മനുഷ്യരുടെ ഇടപെടൽ കാരണം എന്തൊക്കെ കാര്യങ്ങളാണ് കാലാവസ്ഥയിലുള്ള മാറ്റങ്ങൾക്ക് കാരണമാവുക എന്ന് പറഞ്ഞു. നമുക്കൊന്ന് ജസ്റ്റ് ഒന്ന് ചെയ്യുന്നത് എങ്ങനെയാണ് അതിൻ്റെ ചെയ്ത് നമുക്ക് നോക്കാം. ഓക്കെ മക്കളെ, സെറ്റാക്കണം. നമുക്ക് സോഷ്യൽ സെറ്റാക്കണം. നമുക്ക് ഇവിടെ നോക്കാം. നമുക്ക് ഇൻട്രൊഡക്ഷൻ, അത് ആദ്യം ഇൻട്രൊഡക്ഷൻ. കേട്ട ഇൻട്രൊഡക്ഷൻ വേണം. അതിൻ്റെ പ്രധാനപ്പെട്ട എന്ത് വേണോ, അതിൻ്റെ പ്രധാനപ്പെട്ട ഐഡിയ നമ്മൾ കോണ്ടന്റ് നമ്മൾ നടുവിൽ എഴുതണം. അത് അവസാനം എന്ത് എഴുതണം, കൺക്ലൂഷൻ എഴുതണം. റെഡി അല്ലേ? ഇവിടെ അതിൻ്റെ ഇൻട്രൊഡക്ഷൻ തരാം മക്കളെ. ഭൂമിയുടെ കാലാവസ്ഥയിൽ സ്വാഭാവികമായി മാറ്റങ്ങൾ സംഭവിക്കാറുണ്ട്. എന്നാൽ മനുഷ്യൻ്റെ നിയന്ത്രണമില്ലാത്ത പ്രവർത്തനങ്ങൾ ഈ സ്വാഭാവിക കാലാവസ്ഥ വ്യതിയാനത്തെ കൂടുതൽ രൂക്ഷമാക്കുന്നു. ഇത്തരം മനുഷ്യൻ്റെ പ്രവർത്തനങ്ങളെയാണ് എന്ത് പറയുന്നത്, ആന്ത്രോപോജനിക് ഇൻ്റർവെൻഷൻ എന്ന് വിളിക്കുന്നത്. അപ്പോൾ ഇവിടെ പറയുന്നത് നമുക്ക് ഇങ്ങനെ എഴുതണം നിർബന്ധമൊന്നുമില്ല കേട്ടോ. നമുക്ക് നമ്മളെ ഭാഷയിൽ ഇത് എഴുതാം. ഇത് നമ്മളിങ്ങനെ ഇതിൽ വരുമ്പോൾ നമ്മളിങ്ങനെ പറയുന്നതുള്ളൂ. നിങ്ങൾ രീതിയിൽ എഴുതാൻ എന്ത്, മനുഷ്യരുടെ പലതരത്തിലുള്ള അനിയന്ത്രിതമായ ഇടപെടലുകൾ കാലാവസ്ഥാ വ്യതിയാനങ്ങൾക്ക് കാരണമാകുന്നുണ്ട്. ഇന്ന് ലോകത്തിലെ വിവിധ സ്ഥലങ്ങളിലും കാലാവസ്ഥ വ്യതിയാനങ്ങൾക്ക് കാരണമാകുന്നത് മനുഷ്യൻ്റെ പ്രവർത്തനങ്ങളാണ് എന്ന് നമ്മൾ ഐഡിയ വെച്ചിട്ട് നമുക്ക് അവിടെ ഇൻട്രൊഡക്ഷനിൽ എഴുതാം. റെഡിയാണല്ലോ? സെറ്റ്. അടുത്ത് നോക്കാം. പ്രധാനപ്പെട്ട കാര്യം ഇതൊക്കെ നമുക്ക് സിമ്പിളായിട്ടുള്ള കാര്യങ്ങളാണ്. ഇൻട്രൊഡക്ഷൻ കഴിഞ്ഞ് പിന്നെന്താ, ടൈറ്റിൽ കൊടുക്കുക. വനനശീകരണം, ഡീഫോറസ്റ്റേഷൻ. വനങ്ങൾ നശിപ്പിക്കുന്നത് അന്തരീക്ഷത്തിൽ കാർബൺ ഡൈ ഓക്സൈഡിൻ്റെ അളവ് വർദ്ധിപ്പിക്കുകയും ആഗോള താപനില ഉയരാൻ കാരണമാവുകയും ചെയ്യും അല്ലേ. പിന്നെ ഫോസിൽ ഇന്ധനങ്ങളുടെ അമിതമായ ഉപയോഗം, എക്സസീവ് യൂസ് ഓഫ് ദ ഫോസിൽ ഫ്യൂൾ. കൽക്കരി, പെട്രോളിയം, ഡീസൽ തുടങ്ങിയ ഇന്ധനങ്ങൾ കത്തിക്കുന്നതിലൂടെ ഹരിതഗ്രഹവാതകങ്ങളുടെ അളവ് വർദ്ധിക്കും. ഇതൊക്കെ നിങ്ങൾക്ക് പോയിന്റ് ആഡ് ചെയ്യട്ടോ. ഇൻട്രൊഡക്ഷൻ പറഞ്ഞു, ഈ അഡിങ് കൊടുത്തു, ഇത് എഴുതി. ഈ അഡിങ് നമ്മളിങ്ങനെ എഴുതി, ഇത് എഴുതി, ഇൻട്രൊഡക്ഷൻ കൊടുത്ത് വനശീകരണം എഴുതി, കുറച്ച് ഗ്യാപ്പിട്ട് വനശീകരണം എഴുതി, പിന്നെ കുറച്ച് ഗ്യാപ്പിട്ടിട്ടാണ് ഈ രണ്ടാമത്തെ പോലെ അയാൾ അടുപ്പിച്ചു കൊണ്ടുപോയി എഴുതരുത്. കുറച്ച് ഒരു 2 വരി എഴുതാനുള്ള ഗ്യാപ്പ് ഇട്ടിട്ട് എന്ത് ചെയ്യുക, ഫോസിൽ ഇന്ധനങ്ങളുടെ അമിത ഉപയോഗം. അപ്പോൾ നോക്കുന്ന ആൾക്ക് പേപ്പർ നോക്കുമ്പോൾ അവർക്ക് ഫുള്ളായിട്ട് ഇരുന്ന് എന്താ പറയുക, അന്ന് മൊത്തമുള്ള പേപ്പർ വായിക്കാൻ തോന്നും. കാരണം അത്രത്തോളം ഇൻട്രസ്റ്റ് ആയിരിക്കും ഇങ്ങനെ എഴുതിയാൽ. എഴുതി നോക്കും നിങ്ങൾ, അതിന് മൊഞ്ചപ്പേ അറിയുള്ളൂ. ഇനി അടുത്ത് നോക്കും നിങ്ങൾ മക്കളെ. വ്യവസായവൽക്കരണം അല്ലേ, നഗരവൽക്കരണം, ഫാക്ടറികളിൽ നിന്നുള്ള മലിനീകരണം, അനിയന്ത്രിത നഗര വികസനവും കാലാവസ്ഥാ വ്യതിയാനം ശക്തമാകുന്നു. ആ പോയിന്റ് എഴുതി. ഇതൊക്കെ ഇനിയും ആഡ് ചെയ്തു 2-3 പോയിന്റ് കൂടി സ്വന്തമായിട്ട് ആഡ് ചെയ്യാട്ടോ. പ്രകൃതി വിഭവങ്ങളുടെ അമിത ചൂഷണം, നിയന്ത്രണമില്ലാതെ പ്രകൃതി വിഭവങ്ങൾ ഉപയോഗിക്കല്ലേ, ഓവർ എക്സ്പ്ലോയിറ്റേഷൻ ഓഫ് നാച്ചുറൽ റിസോഴ്സസ്. ആ കാര്യങ്ങളെക്കുറിച്ച് നമ്മൾ എഴുതി. ഇത് അവസാനം അതിൻ്റെ കൺക്ലൂഷന്. കാലാവസ്ഥാ വ്യതിയാനം രൂക്ഷമാകുന്നതിൽ മനുഷ്യൻ്റെ ഇടപെടലുകൾക്ക് വലിയ പങ്കുണ്ട്. വനസംരക്ഷണം, മലിനീകരണം കുറയ്ക്കൽ, പ്രകൃതി വിഭവങ്ങളുടെ ശാസ്ത്രീയ ഉപയോഗം എന്നിവയുടെ കാലാവസ്ഥാ വ്യതിയാനങ്ങൾ കുറയ്ക്കാൻ നമുക്ക് സാധിക്കൂ. അങ്ങനെ നല്ല നാളേക്കായി നമുക്ക് പ്രവർത്തിക്കാം എന്ന് പറഞ്ഞുകൊണ്ട് അവസാനിപ്പിക്കാം. പറഞ്ഞോ? മനസ്സിലായില്ലേ?
ഇതൊക്കെ നമുക്ക് എഴുതാൻ അറിയാം, പക്ഷേ നമുക്ക് അറിയില്ല എങ്ങനെ എഴുതേണ്ടി എന്നുള്ളത്. ഇങ്ങനെ എഴുതി ഫുൾ മാർക്ക് കിട്ടും മക്കളെ നിങ്ങൾക്ക്. നിങ്ങളൊന്ന് ജസ്റ്റ് ഒന്ന് ശ്രമിച്ചാൽ മതി, ശ്രമിച്ചാൽ കിട്ടും. എല്ലാ വിഷയവും അങ്ങനെ തന്നെയാണ് കേട്ടോ. നമ്മൾ എഴുതുമ്പോൾ എന്താണ് നമുക്ക് ടൈമില്ല. അപ്പോൾ അത് പുതിയ ഷോർട്ടിൻ്റെ കാലഘട്ടം അല്ലെ. ഷോർട്ട്സൊക്കെ പൊതുവായിട്ട് എല്ലായിടത്തും പെടാൻ കാരണം എന്താ, എല്ലാവരും ഷോർട്ടിന് പിന്നാലാവും. എന്താ, ഒരു മിനിറ്റിനുള്ളിൽ എന്താ പറയുക, അതിൻ്റെ ആശയം കഴിയും, അടുത്തയിലേക്ക് പോവുക. അത് നമുക്ക് വേണ്ടത്. പക്ഷെ അതൊന്നും ശാശ്വതമായിട്ടുള്ള കാര്യമല്ല. നമ്മളെ ബുദ്ധി വളർന്നുണ്ടെങ്കിൽ നമ്മൾ സ്വന്തമായിട്ട് ആലോചിച്ച് നമ്മൾ എഴുതണം. അപ്പോഴേ നമ്മളെ ബുദ്ധി വർദ്ധിക്കുള്ളൂ. അങ്ങനെ ചെയ്യാൻ വേണ്ടിയിട്ടാണ് ഇത് തയ്യാറാക്കി തന്നത്, എങ്ങനെ എഴുതേണ്ടതെന്നുള്ളത്. ഈ അറിവില്ലായ്മ കൊണ്ടാണ് നമ്മൾ പലപ്പോഴും നമ്മൾ എഴുതാതെ വരുന്നത്. ഇപ്പം ഈ അവസരം കിട്ടിയില്ല നിങ്ങൾക്ക്. ഇത് ദൈവം നിങ്ങൾക്ക് തന്നൊരു അവസരമാണിത്, ഈ ക്ലാസ് കാണാൻ. ഇതേപോലെ നിങ്ങൾ സുഹൃത്തുക്കൾ നിങ്ങൾ സെൻഡ് ചെയ്ത് കൊടുക്കുക, അവർ എഴുതട്ടെ, പഠിക്കട്ടെ. ഇത് 10ാം ക്ലാസ്സിൽ മാത്രമല്ല കേട്ടോ, നിങ്ങൾ ഹയർ സ്റ്റഡീസൊക്കെ ഈ മെത്തേഡാണ് ഉപയോഗിക്കേണ്ടത്. ഇത് മറ്റു യൂണിവേഴ്സിറ്റികളിലും പുറത്തെ യൂണിവേഴ്സിറ്റിയിലേക്ക് ഇതേ മെത്തേഡാണ് ഉപയോഗിക്കുക എഴുതാൻ. അപ്പോൾ അവർ കൃത്യമായിട്ട് പ്ലാൻ കൂടി ചെയ്യാൻ പറ്റുള്ളൂ. വെറുതെ എന്തെങ്കിലും എഴുതലല്ല, നമുക്ക് അറിയുന്ന പോയിന്റ് സിസ്റ്റമാറ്റിക്കായിട്ട് എഴുതാന്നുള്ളതാണ്. സെറ്റല്ലേ? സെറ്റാണ്. ഇനി ഇത് അടുത്ത ഒരു ക്വസ്റ്റ്യൻ കൂടി ഉണ്ട് ഇതിൽ. ഈ ക്വസ്റ്റ്യന് നമ്മൾ പ്രഡിക്റ്റ് ചെയ്യുന്ന ഒരു ക്വസ്റ്റ്യനാണ്. ഏത് എക്സാമിന്? ഈ ഫസ്റ്റ് ടൈം എക്സാമിന് കേട്ടോ. അന്ന് ഞാനിവിടെ ഉണ്ടാവും, നിങ്ങളിവിടെ ഉണ്ടാവും. ഇങ്ങോട്ട് വരിക കേട്ടോ. കാരണം കഴിഞ്ഞ എക്സാമിൻ്റെ സമയത്ത് നമ്മൾ പ്രഡിക്റ്റ് ചെയ്തിരുന്നു. യൂട്യൂബിലല്ല, നമ്മൾ ക്ലാസ് കൊടുത്ത മറ്റൊരു ഓൺലൈൻ പ്ലാറ്റ്ഫോമിലാണ്. പബ്ലിക് എക്സാമിനാണ്. അതിൽ 80 മാർക്കിൽ 47 മാർക്ക് നമ്മൾ പ്രഡിക്റ്റ് ചെയ്ത മാർക്കാണ്. നമ്മൾ കൂടെ ഉണ്ടായ സോഷ്യൽ പറഞ്ഞില്ലേ, സോഷ്യൽ നമ്മൾ എടുത്തുങ്ങട്ട് ഈ ചാനൽ ഫോളോ ചെയ്തോളൂ നിങ്ങൾ. ഇതിൽ സോഷ്യൽ മാത്രമല്ല, ഇത് PSCയുമായി ബന്ധപ്പെട്ട മറ്റൊരുപാട് കോഡുകളുമായി ബന്ധപ്പെട്ടൊരു ചാനലാണ്. പക്ഷേ സോഷ്യൽ നമ്മൾ ചെയ്യും, കാരണം അത് PSCക്ക് നല്ല സോഷ്യലോടുള്ളൊരു ഇഷ്ടം കൊണ്ടാണ് നമ്മൾ ചെയ്യുന്നത്. മനസ്സിലായില്ലേ? സോഷ്യലോട് ഇഷ്ടം കൊണ്ടാണ് നമ്മൾ ചെയ്യുന്നത്. നിങ്ങൾ ഇവിടെ നിൽക്കുക സോഷ്യലിൽ. മറ്റ് വിഷയങ്ങൾ മറ്റേ ചാനലൊക്കെ നിങ്ങൾ പോയിക്കോളൂ, പ്രശ്നമില്ല. സോഷ്യൽ നമ്മളിങ്ങോട്ട് എടുക്കുകയാണ്, നമ്മൾ ഏറ്റെടുത്ത്. അത് നിങ്ങൾ കൂടെ ഉണ്ടായാൽ മതി. സെറ്റല്ലേ? ഇനി അടുത്ത ക്വസ്റ്റ്യൻ ഞാൻ പറഞ്ഞതാ. നോബൽ ഫൈറ്റ്, പ്രീസ്റ്റ് പ്രേ ആൻഡ് ദ കോമൺ പ്രേ അനലൈസ് എ സോഷ്യൽ സിസ്റ്റം ദാറ്റ് എക്സ് ഇൻ ദ ഫ്രാൻസ് ഇൻ ദ 18th century ബേസ്ഡ് ഓൺ ദ എബോവ് സ്റ്റേറ്റ്മെന്റ്. ഇവിടെ പറയുന്നത് എങ്ങനെയാണ്? പ്രഭുക്കൾ യുദ്ധം ചെയ്യുന്നു, പുരോഹിതർ പ്രാർത്ഥിക്കുന്നു, സാധാരണക്കാരൻ നികുതി കൊടുക്കുന്നു. ഈ പ്രസ്താവനയുടെ അടിസ്ഥാനത്തിൽ 18ാം നൂറ്റാണ്ടിൽ ഫ്രാൻസിൽ നിലനിന്നിരുന്ന സാമൂഹ്യ വ്യവസ്ഥ വിശകലനം ചെയ്യുക. സമൂഹത്തിലെ ഉണ്ടായിരുന്ന അവിടുത്തെ അനീതി, സോഷ്യലിസ്റ്റ് ഉണ്ടല്ലോ നമ്മുടെ ഫ്രഞ്ച് റവല്യൂഷൻ്റെ, അതാണ് ഇവിടെ പറഞ്ഞത്. ഇതാ ഞാൻ പറഞ്ഞ പ്രഡിക്റ്റ് ചെയ്താ, പ്രഡിക്റ്റ് ഇവിടെ പ്രഡിക്റ്റ് എന്ന് എഴുതാം, പ്രഡിക്റ്റ് എന്ന് ഇവിടെ എഴുതാം. ഇവിടെ എഴുതി നമ്മൾ. ഇതാ നമ്മൾ അന്ന് കാണും എന്ന് സോഷ്യൽ എക്സാം കഴിഞ്ഞ് ഈ ചോദ്യം അങ്ങ് പ്രതീക്ഷിക്കാം. ഞാൻ പറഞ്ഞത് എസ്സേ ചോദിക്കുക എന്ന് പറയുന്നില്ല. എസ്സേ ആണ് ഏറ്റവും കൂടുതൽ ചാൻസ് ഉള്ളത്, അല്ലെങ്കിൽ 4 മാർക്കെങ്കിലും ഈ ഒരു ചോദ്യം വരും. ഇത് ഇമ്പോർട്ടൻ്റാണ്, അതാണ് ഇമ്പോർട്ടൻ്റ് ഈ ക്വസ്റ്റ്യൻ. നോക്കാം, നമുക്ക് ഇതിൻ്റെ ആൻസർ നോക്കാം. പബ്ലിക് പരീക്ഷയ്ക്ക് ചോദിക്കട്ടോ. പബ്ലിക് പരീക്ഷയ്ക്ക് ഈ ചാപ്റ്ററിന് എസ്സേ ചോദിച്ചിട്ടില്ല കഴിഞ്ഞ തവണ. നിങ്ങൾ കൂടെ ഉണ്ടെങ്കിൽ നമ്മളൊക്കെ പറയുക ചാപ്റ്ററിന് എസ്സേ ചോദിക്കുക, ഒക്കെ നമ്മൾ പറഞ്ഞു തരും നിങ്ങൾ കൂടെ ഉണ്ടെങ്കിൽ കേട്ടോ. മക്കളെ ഈ എസ്സേ നോക്കാം നമുക്ക് എങ്ങനെയാണെന്നുള്ളത്. ഈ എസ്സേ ഇവിടെ പോയി കാണില്ലല്ലോ, ഒക്കെ നോട്ട് നമ്മൾ ഉണ്ടാക്കിയതാണ്. നോട്ടിൻ്റെ ഒക്കെ എല്ലാ വിഷയത്തിൻ്റെ നോട്ടുണ്ട് കേട്ടോ, ഒക്കെ സിമ്പിളായിട്ടുണ്ട്. നിങ്ങളുണ്ടെങ്കിൽ നിങ്ങൾക്ക് വേണമെന്നുണ്ടെങ്കിൽ നിങ്ങൾ പറഞ്ഞാൽ മതി, നോട്ടൊക്കെ നമ്മൾ അയച്ചു തരും. ചെറിയ പഠിക്കാൻ നോട്ടൊന്നും വേണ്ട, നമ്മൾ മനസ്സിലാക്കി നമ്മളെ ക്ലാസ് കേട്ടാൽ നിങ്ങൾ സ്വന്തമായിട്ട് നിങ്ങൾ നോട്ടുണ്ടാക്കും. സെറ്റല്ലേ മക്കളെ? സെറ്റാ. ഇനി ഇവിടെ നോക്കാം, നമ്മൾ പ്രഡിക്ഷൻ ക്വസ്റ്റ്യൻ ഡിസ്കസ് ചെയ്യാൻ പോകണേ. ഇത് സെറ്റായിക്കോ, അത് ഫസ്റ്റാക്കി പഠിച്ചോ കേട്ടോ, സിമ്പിളാ. നമ്മളെ ഫ്രഞ്ച് റവല്യൂഷന് നടന്ന വർഷം 1789 കോഡാ, 1789. കുട്ടികൾ നമ്പർ ഉണ്ടോ? 789 1789 ഫ്രഞ്ച് റവല്യൂഷൻ നടന്നത് അല്ലേ? ഇവിടെ നോക്കാം നമുക്ക്. ഈ ഒരു നമ്മൾ ചെയ്യുന്ന സമയത്ത് നമുക്ക് ഒരു ഇൻട്രൊഡക്ഷനായിട്ട് ഫ്രഞ്ച് വിപ്ലവം എന്ന് നമുക്ക് അഡിങ് കൊടുക്കാം, ഒരു അഡിങ്ങായിട്ട് കൊടുക്കാം. എന്നിട്ട് ലോകത്തെ ഏറ്റവും കൂടുതൽ സ്വാധീനിച്ച ഒരു വിപ്ലവമാണെന്ത്? ഫ്രഞ്ച് വിപ്ലവം എന്ന് അഡിങ് കൊടുക്കാം. അഡിങ് അല്ല, അതിൻ്റെ ടൈറ്റിലിൻ്റെ അടിയിൽ കൊടുക്കാം. ലോകത്ത് പല മാറ്റങ്ങളും കൊണ്ടുവന്ന, ഇതൊക്കെ നമ്മൾ ഉണ്ടാക്കുന്ന പോയിൻ്റാണ്, പല മാറ്റങ്ങളും കൊണ്ടുവന്ന വിപ്ലവമാണെന്ത്? ഫ്രഞ്ച് വിപ്ലവം അല്ലേ? ദ മോസ്റ്റ് ഇൻഫ്ലുവൻസ് ദ റവല്യൂഷൻ ദ വേൾഡ് അല്ലേ? അങ്ങനെ പറഞ്ഞിട്ട് എന്ത് ചെയ്യാം, നമുക്കത് തുടങ്ങാം. എന്നിട്ട് പറയാം, ഫ്രഞ്ച് വിപ്ലവം നടക്കാൻ ഒരുപാട് കോസസ് ഉണ്ട്, ഒരുപാട് കാരണങ്ങളുണ്ട് അല്ലേ? കാരണങ്ങൾ എന്തൊക്കെ കാരണങ്ങളാണ്? അവിടുത്തെ ഭരണാധികാരിയുടെ സ്വേച്ഛാധിപത്യം അല്ലേ?
ഓട്ടോക്രാറ്റിക്, സോഷ്യൽ സിസ്റ്റം, എക്കണോമിക് ക്രൈസിസ് അല്ലേ, സാമ്പത്തിക പ്രതിസന്ധി, ഇൻഫ്ലുവൻസ് ഓഫ് തിങ്കേഴ്സ് അല്ലേ, അവിടുത്തെ ചിന്തകന്മാരുടെ സ്വാധീനം, അതൊക്കെ ഇതിൻ്റെ കാരണങ്ങളാണ്. ഇവിടെ പറയുന്നത് എന്തിനെ കുറിച്ചാണ്? ഫ്രഞ്ച് സോഷ്യൽ സിസ്റ്റത്തെക്കുറിച്ചാണ്, സാമൂഹിക വ്യവസ്ഥയെക്കുറിച്ചാണ് പരീക്ഷയ്ക്ക് ചോദിച്ചത്. ടൈറ്റിൽ എഴുതി, ഞടിയത്ത് എഴുതാൻ പോവാം നമ്മൾ. ഫ്രഞ്ച് സമൂഹം എന്താണ്? ഫ്രഞ്ച് സമൂഹം. നിങ്ങൾ അഡിങ് ചെയ്ത് അടിയിൽ പെൻസിലോട് ഇങ്ങനെ വരക്കട്ടോ, പെൻസിലോട് ഇങ്ങനെ വരക്കുക. നിങ്ങൾ പെൻസിലോട് വരക്കുക അവിടെ. ഫ്രഞ്ച് സമൂഹം. ഫ്രഞ്ച് സമൂഹം നമ്മൾ ഏത് ചെയ്തേണ്ടത്? 18ാം നൂറ്റാണ്ടിൽ ഫ്രഞ്ച് സമൂഹത്തെ നമ്മൾ 3 തട്ടുകളായി തിരിച്ചിട്ടുണ്ട്. ഇത് എഴുതുമ്പോൾ എന്താ ചെയ്യേണ്ടത് മക്കളെ? ഇത് എഴുതുമ്പോൾ ചെയ്യേണ്ടത് നിങ്ങൾ ഇങ്ങനെയാണ് ചെയ്യേണ്ടത്. നോക്കാം നമുക്ക്. ഫ്രഞ്ച് സമൂഹത്തെ 3 തട്ടുകളായി, ഇവിടെ ഒരു ഒഴിഞ്ഞ ഇതുണ്ടായിരുന്നല്ലോ സ്ലൈഡ്, ഇവിടെ ഇങ്ങനെ തൽക്കാലം ചെയ്തിട്ടോ. ആദ്യം നമ്മൾ എഴുതേണ്ടത് ഫ്രഞ്ച് സമൂഹത്തെ 3 തട്ടുകളായി തിരിച്ചിരുന്നു. ഒന്നാമത്തെ പോയിന്റ് എഴുതി അല്ലേ? ഫ്രഞ്ച് സമൂഹത്തെ 3 തട്ടുകളായി തിരിക്കുന്നു. നമ്പർ 8, 1ാം എസ്റ്റേറ്റ്, 2ാം എസ്റ്റേറ്റ്, 3ാം എസ്റ്റേറ്റ്. അവിടെ ക്ലെർജിയും അവിടെ പുരോഹിതന്മാരും അവിടെ പ്രഭുക്കന്മാരും സാധാരണക്കാരും അവിടെ എഴുതരുത്. അത് അടുത്തയിൽ എഴുതണം അല്ലേ? നമുക്ക് 1.5 പേജൊക്കെ ഫുള്ളാവണ്ടേ? ഇത് ഉടായ്പൊന്നും കേട്ടോ, ഇത് ഇങ്ങനെ തന്നെ എഴുതല്ലേ. ഇവിടെ നോക്കുക. ഇവിടെ 1ാം എസ്റ്റേറ്റ്, 2nd എസ്റ്റേറ്റ്, 3rd എസ്റ്റേറ്റ് എഴുതി. ഇവിടെ അടുത്ത് എഴുതുക, 1ാം എസ്റ്റേറ്റിൽ ഉൾപ്പെടുന്നത് ആരാ? പുരോഹിതർ. എന്നിട്ട് 2ാമത് എഴുതുക, 2nd എസ്റ്റേറ്റ് ഇൻക്ലൂഡ്, ആര് ഇൻക്ലൂഡ് ചെയ്യുന്നു? നോബിൾസിൽ, പ്രഭുക്കന്മാർ. 3ാം എസ്റ്റേറ്റിൽ ആരാണ്? സാധാരണക്കാർ. ഇപ്പോൾ നമ്മുടെ എഴുതിയപ്പോൾ ഏകദേശം എത്ര ഉണ്ടാവും? 1/2 പേജ് അപ്പുറത്ത് കഴിഞ്ഞു അല്ലേ? എഴുതാൻ തുടങ്ങിയിട്ടില്ല. എന്നിട്ട് അടുത്ത സൈഡിങ് ആയിട്ട് എഴുതാം 1ാം എസ്റ്റേറ്റ്. അതിന് നേരെ നമ്മൾ എന്ത് ചെയ്യണം? ക്ലർജി അല്ലെങ്കിൽ പുരോഹിതന്മാർ. ഇവിടെ പുരോഹിതന്മാരുടെ അവകാശങ്ങളെക്കുറിച്ച് അല്ലേ, അവകാശങ്ങളെക്കുറിച്ച് എന്ത് ചെയ്യുക? നമ്മളവിടെ എഴുതാം. ഫ്രഞ്ച് സമൂഹത്തെ 3 തട്ടുകളായി തിരിച്ചിട്ടുണ്ട്. ഈ പോയിന്റൊക്കെ നമ്മൾ പറഞ്ഞു. ഇവിടെ നോക്കാം മക്കളെ. 1ാം എസ്റ്റേറ്റ് പുരോഹിത വർഗം. കത്തോലിക്ക സഭയിലെ പുരോഹിതരാണ് ഈ വിഭാഗത്തിൽപ്പെട്ടിരുന്നത്. സഭയ്ക്ക് വിശാലമായ ഭൂസ്വത്തുക്കളും വലിയ സമ്പത്തും ഉണ്ടായിരുന്നു. ഇവർ സർക്കാർ നിധികളിൽ നിന്ന് ഒഴിവാക്കപ്പെട്ടിരുന്നു. കർഷകരിൽ നിന്ന് എന്താ പറയുക, ടൈത്ത് എന്ന് പറയുന്ന പേരിൽ എന്ത് ചെയ്തിരുന്നു? അവരിൽ നിന്ന് ഒരു 10-1 എന്ത് ചെയ്തിരുന്നു? നികുതി പിരിച്ചിരുന്നു. ഇതാണ് 1ാം എസ്റ്റേറ്റിനെ കുറിച്ചിട്ട്, പുരോഹിതന്മാരെ കുറിച്ച്. ഇനി അടുത്ത അടി കഴിഞ്ഞിട്ട് 2ാം എസ്റ്റേറ്റ് പ്രഭുക്കന്മാർ. ഭരണത്തിലും സൈന്യത്തിലും ഉന്നത സ്ഥാനം വഹിച്ചിരുന്നു. പ്രഭുക്കന്മാർ അല്ലേ, ഇവർ വലിയ ഭൂവുടമകളായിരുന്നു. ആഡംബര ജീവിതം ഉണ്ടായിരുന്നു. ജനങ്ങളിൽ നിന്ന് വിവിധ നികുതികൾ ചെയ്തിരുന്നു. അതേപോലെ തന്നെ വ്യക്തി എന്ന് പറയുന്ന ഒരു ടൈപ്പ് ഓഫ് നികുതിയിൽ നിന്ന് ഇവരെ ഒഴിവാക്കിയിരുന്നു. അതൊരു ഇൻകം ടാക്സ് ആണ്. ആ രാജ്യത്ത് എല്ലാവരും അടയ്ക്കുന്ന ടാക്സ് ആണ്. ആരെ ഒഴിവാക്കിയിട്ടുണ്ട്? പ്രഭുക്കന്മാരെ ഒഴിവാക്കിയിട്ടുണ്ടെന്നാണ് പറയുന്നത്. ഓക്കെ, ഇനി അടുത്തത് ആരാ? അടുത്ത നമ്മളെ സാധാരണക്കാർ, നമ്മളല്ലേ, പാവപ്പെട്ടവർ, ഇടത്തരക്കാർ, തൊഴിലാളികൾ, കർഷകർ എന്നിവരാണ് അല്ലേ. മിഡിൽ ക്ലാസ് ഒക്കെ ഇതിലാണ്. ജനസംഖ്യയിൽ ഭൂരിഭാഗവും ഇവരാണ്. രാജാനുസഭയ്ക്ക് എല്ലാ നികുതി ഇവർ കൊടുക്കണം. എന്നിട്ടോ ഇവരെ റോഡ്, പാലം, തോട്, ജലം ഒക്കെ ഉണ്ടാക്കാൻ ജോലി ചെയ്യണം, പൈസ കൊടുക്കൂല. കഠിനമായി ദരിദ്രമായിരുന്നവർ. മനസ്സിലായില്ലേ? അപ്പോൾ തുടക്കത്തിൽ ആ ക്വസ്റ്റ്യൻ ഒരു സാധനമില്ല, അത് വാങ്ങണത് തുടക്കത്തിൽ ചെയ്തോട്ടോ. പ്രഭുക്കന്മാരെ യുദ്ധം ചെയ്യുക അല്ലേ, പ്രഭുക്കന്മാർ യുദ്ധം ചെയ്യുക, ഓല് സൈനികരാ. അതേ പുരോഹിതന്മാരെന്ത് ചെയ്യുക? പ്രാർത്ഥിക്കുക. ഓല് മതവുമായി ബന്ധപ്പെട്ട കാര്യങ്ങളാണ്. ഇവരെന്ത് ചെയ്യുക? നികുതി എടുക്കുക, പാങ്ങളാണ്. ഇനി അവസാനം അതിൻ്റെ ഒരു കൺക്ലൂഷൻ ഇതിൽ, പുരോഹിതർക്കും പ്രഭുക്കന്മാർക്കും നിരവധി പ്രത്യേക അവകാശം ഉണ്ടായിരുന്നപ്പോൾ എല്ലാ നികുതി ഭാരവും 3ാം എസ്റ്റേറ്റിൻ്റെ സാധാരണ ജനങ്ങളിൽ വഹിച്ചിരുന്നത്. ഈ സാമൂഹിക അസമത്വം ചൂഷണവുമാണ് പിന്നീട് ഫ്രഞ്ച് വിപ്ലവത്തിന് പ്രധാന കാരണമായത്. എന്തായത്? ഫ്രഞ്ച് വിപ്ലവത്തിന് പ്രധാന കാരണമായത് പറഞ്ഞിട്ട് ആ ഒരു അവസാനം, ഒരു കൺക്ലൂഷൻ അവസാനത്തെ പാരഗ്രാഫാക്കിയിട്ട് എഴുതി നോക്കും മക്കളെ. എത്ര മാർക്ക് കിട്ടും നിങ്ങൾക്ക്? ഫുൾ മാർക്ക് കിട്ടും. നിങ്ങളെ എത്ത് കണ്ടിട്ട് നോക്കുന്ന ആളെന്താ പറയുക? ഇതിന് 5 മാർക്കൊന്നും പോരാന്ന് പറയും. അനുഭവം കൊണ്ട് പറയണം മക്കളെ. ഇങ്ങനെ എസ് എഴുതി നോക്കും നിങ്ങൾ. സോഷ്യൽ സിമ്പിളാണ്. ഒരു ഐഡിയ കിട്ടില്ല നിങ്ങൾക്ക്? മുമ്പുള്ളതേക്കാളും ഐഡിയ കിട്ടിയില്ലേ? കുറച്ച് കിട്ടിയാൽ മതി. കുറേ കിട്ടണ്ട, കുറേ കിട്ടിയാൽ പ്രശ്നം. കുറച്ച് ഐഡിയ കിട്ടിയാൽ ബാക്കി നിങ്ങൾ സ്വന്തമായിട്ട് ഉണ്ടാക്കും. ഇനി മക്കളെ ഒരു കോഡ് പറഞ്ഞുതരാം കേട്ടോ. ഒരു കോഡ് പറഞ്ഞുതരാം. ഈ ഒരു നമ്മളെന്താ പറയുക, ഇതിലേ ഫസ്റ്റ് ചാപ്റ്ററിൽ കോഡ് പറഞ്ഞുതരാം. ഇങ്ങനെയൊക്കെയാണ് കോഡ് ഉണ്ടാവുക. നമ്മളെ ഫസ്റ്റ് ചാപ്റ്ററിലെ ഒരു ഇതുണ്ടല്ലോ, എന്താ പറയുക, നമ്മുടെ ലിറ്ററേച്ചർ ഉണ്ടല്ലോ. ഫസ്റ്റ് ചാപ്റ്ററിൽ ലിറ്ററേച്ചർ, 1 വേർഡൊക്കെ ചോദിക്കുന്ന ലിറ്ററേച്ചർ, ഡാന്തെ പറയുന്നത് നോക്കൂട്ടോ. ഡാന്തേൻ്റെ കൃതി ഏതാ? ഡിവൈൻ കോമഡി അല്ലേ? ഡിവൈൻ കോമഡി അല്ലേ? ഇതിൻ്റെ കോഡ് എന്താ അറിയോ? എന്താ കോഡ് എന്താ?
കോഡ് തന്ത വെറൈറ്റി കോമഡിയാണ്. നിങ്ങൾ ഞാൻ പറയുമ്പോൾ അവിടെ നിങ്ങളെ അച്ഛനുണ്ടോ ഉണ്ടാവരുതേ. തന്ത വെറൈറ്റി കോമഡിയാണ്. ഇത് പഠിക്കാൻ വേണ്ടി പറയാം കേട്ടോ മക്കളെ. തന്ത വെറൈറ്റി കോമഡി അങ്ങനെ പറഞ്ഞാൽ എന്താ? ഡാന്തെ ഡിവൈൻ കോമഡി കണക്ട് ചെയ്യാൻ വേണ്ടി പറഞ്ഞതാണ്. ഇനി രണ്ടാമത്തത് പെട്രാർക്കിന് എന്താ? പെട്രാർക്കിന് എന്താ? പെട്രാർക്കിന് എന്താ പറയും? പെട്രാർക്കിന് എന്താ? ലോറയ്ക്ക് എഴുതിയ പ്രണയഗീതങ്ങളെ അഡ്രസ്സിങ് ലോറ എന്ന് പറയുന്നത് ഇത്രയേ ഉള്ളൂ. പ്രണയിച്ചാൽ പെട്ടതു തന്നെ. പ്രണയഗീതം സോണറ്റ്സ് പെട്രാർക്ക് പ്രണയിച്ചാൽ പെട്ടത് തന്നെ. നിങ്ങൾ ചിന്തിക്കണ്ടോ? എത്ര സിമ്പിളായിരുന്നു പോലെ ചിന്തിക്കണ്ടാവും അല്ലേ? ഇനി അതേപോലെ തന്നെ അടുത്തൊന്നുണ്ട് ബൊക്കാച്ചിയോൻ്റെ എന്താ? ബൊക്കാച്ചിയോ ഡെക്കാമറനാണ് ബൊക്കാച്ചിയോൻ്റെ അല്ലേ? നമ്മൾ സാധാരണ പ്രോഗ്രാമിനൊക്കെ ബൊക്ക കൊടുക്കാറുണ്ട് അല്ലേ? ബൊക്ക കണ്ടില്ല? ബൊക്ക കൊടുക്കാറുണ്ട്. ഈ ബൊക്ക എന്തിനു വേണ്ടി കൊടുക്കണേ? ഡെക്കറേഷന് വേണ്ടിയിട്ട് എന്ത് കൊടുക്കണത്? ബൊക്ക കൊടുക്കുന്നത് എന്തിനു വേണ്ടിയിട്ടാണ്? ഡെക്കറേഷന് വേണ്ടിയിട്ട് എന്ത് കൊടുക്കണത്? ബൊക്ക കൊടുക്കണത് മക്കളെ. ഈ 3 സെറ്റ് മരിച്ചാലും നിങ്ങൾ മറക്കില്ല. ഏത് സമയത്ത് ചോദിച്ചാൽ ഞങ്ങളിത് പറയും. കാരണം ഇത് പഠിപ്പിച്ച ഷെഫി ക്ലാസ്സാണ്. സെറ്റല്ലേ മക്കളെ? നിങ്ങൾ ചെയ്യേണ്ടതൊന്നുമില്ല, ഞങ്ങളെ കൂട്ടുകാർക്ക് ഷെയർ ചെയ്ത് കൊടുക്കും. ഇന്നത്തെ ക്ലാസ് നമ്മളോട് അവസാനിപ്പിക്കുകയാണ്. ഇനി നമ്മൾ അടുത്ത ക്ലാസ്സിൽ നിങ്ങൾ കമൻ്റ് ഇട്ടാൽ ഇനി നമ്മൾ 1 വേർഡുകൾ എങ്ങനെ പെട്ടെന്ന് സ്കോർ ചെയ്യാൻ നോക്കാൻ പോണത്. ഒരു 10-20 1 വേർഡ് ഇതുവരെ ചോദിച്ച മോഡൽ ക്വസ്റ്റ്യനിലൊക്കെ ചോദിച്ച 1 വേർഡുകൾ നമ്മൾ ഡിസ്കസ് ചെയ്യാൻ പോവാം. ഒരു 10-20. അതുകൂടി ആയാൽ സോഷ്യൽ നമ്മളെ സോഷ്യൽ തീർന്ന്. അപ്പോൾ നിങ്ങൾ ചെയ്യേണ്ടത് ഇത്രയേ ഉള്ളൂ. സബ്സ്ക്രൈബ് ചെയ്ത് വെക്കുക. കൂട്ടുകാർക്ക് ഷെയർ ചെയ്ത് കൊടുക്കുക. നിങ്ങൾ ഷെയർ ചെയ്ത് കൊടുത്തോളൂ. നിങ്ങൾക്ക് സോഷ്യലിന് വേണ്ട എല്ലാ കാര്യങ്ങളും നമ്മൾ നോട്ടൊക്കെ പ്രിപ്പയർ ചെയ്ത് തരും. നിങ്ങൾ സെറ്റല്ലേ? നമുക്ക് അടുത്ത ക്ലാസ്സിലേക്ക് കാണും വരെ വണക്കം. ടാറ്റ.